തർക്കമൊന്നുമില്ല. അയാൾ ചെയ്ത തെറ്റ് തന്നെയാണ്, തർക്കമില്ല. നിങ്ങൾ അറിയുന്നതിന് മുൻപ് അതറിഞ്ഞപ്പോ അദ്ദേഹത്തെ വിളിച്ചു വരുത്തി കണക്ക് ചോദിച്ച് കാര്യകാരണങ്ങൾ ചോദിച്ച് പണം എവിടെ പോയി എന്ന് ചോദിച്ച് ആ കണക്കും വിസ്താരവും തന്നപ്പോ അങ്ങനെയെങ്കിൽ ധാർമ്മികമായ ഉത്തരവാദിത്തമുണ്ട്, പാർട്ടിയിൽ നിന്ന് മാറി നിൽക്കണം എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയ രാഷ്ട്രീയത്തിന്റെ പേരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത്. ഞങ്ങൾ ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോ ആർക്കെങ്കിലും ഇതിന്റെ തണലുണ്ടാവും, ആർക്കെങ്കിലും ഇതിന്റെ സൗകര്യം ഉണ്ടാവും. ലീഗ് ഒരു സ്ഥലത്തുണ്ടായാൽ ഞങ്ങൾക്ക് പഞ്ചായത്ത് മെമ്പർ വേണ്ട, ഞങ്ങൾക്ക് ജില്ലാ പഞ്ചായത്ത് മെമ്പർ വേണ്ട, ഞങ്ങൾക്ക് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ വേണ്ട, ഞങ്ങൾക്കൊരു വാർഡ് കമ്മിറ്റി ഉണ്ടായാൽ, ഞങ്ങൾക്കൊരു പഞ്ചായത്ത് കമ്മിറ്റി ഉണ്ടായാൽ, ഞങ്ങൾക്കൊരു മണ്ഡലം കമ്മിറ്റി ഉണ്ടായാൽ, അവിടെ ജനസേവാ കേന്ദ്രം ഉണ്ടാവും, അവിടെ CH സെന്റർ ഉണ്ടാവും, അവിടെ ആംബുലൻസ് ഉണ്ടാവും. പാവപ്പെട്ടവൻ ആംബുലൻസ് പോവാ, പാവപ്പെട്ടവൻ CH സെന്ററിൽ വരാ, ജനസേവാ കേന്ദ്രത്തിൽ വന്ന് അവന്റെ പണി നടത്താം. അത് ലീഗ് ഉണ്ടായുള്ള ഗുണാണ്. CPM ഉണ്ടായാൽ ഉണ്ടാവോ? CPM ഉണ്ടായാൽ എന്താ ഉണ്ടാവുക? CPM ഉണ്ടായാൽ അവിടെ താലൂക്ക് ആശുപത്രി ഉണ്ടാവും. കാരണം ആഴ്ച കാല് വെട്ടുന്നവനെ ആശുപത്രി കൊണ്ടുപോകാൻ അവിടെ ആശുപത്രി വേണ്ടി വരും. നിങ്ങളുണ്ടായി അതുണ്ടാവും, നിങ്ങളുണ്ടായി അതുണ്ടാവും. ഞങ്ങൾ ഇങ്ങനെ തണലായി നിൽക്കും. ഇപ്പൊ ജില്ലാ പഞ്ചായത്ത് മെമ്പർ, ഞങ്ങളുടെ സഹപ്രവർത്തകൻ ഹാരിസ്, അവൻ ഒരു കേസിൽ പെട്ടു. എന്താ പ്രശ്നം? ഞങ്ങൾ തുറന്നു പറയാം. അദ്ദേഹം സാമ്പത്തികമായി ചില ആളുകളിൽ നിന്ന് പണം വാങ്ങി, കച്ചവടം ചെയ്തു, കച്ചവടം പൊട്ടി, പണം തിരിച്ചു കൊടുക്കാൻ വീണ്ടും കടം വാങ്ങി, വലിയ ബാധ്യതയിലാകപ്പെട്ടു. തർക്കമൊന്നുമില്ല. അയാൾ ചെയ്ത തെറ്റ് തന്നെയാണ്, തർക്കമില്ല. അതൊരു അപരാധമാണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ പരിശോധിക്കണം. കച്ചവടം ചെയ്യാൻ കോടിക്കണക്കിന് രൂപ വാങ്ങി, കച്ചവടം ചെയ്തു, ബിസിനസ് ചെയ്തു, ആ പണം പൊട്ടി, അതിന് ലാഭം കൊടുക്കാൻ വീണ്ടും പണം വാങ്ങി, വലിയ കടക്കടിയിൽ TP ഹാരിസ് പെട്ടു. അയാൾ ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ്, മക്കരപ്പറമ്പ് ഡിവിഷനാണ്. അത് വെച്ചിട്ട് വലിയ കലാപമാണ്. എന്താ കലാപം എന്നറിയോ? ഇന്ന് ജില്ലാ പഞ്ചായത്തിനകത്ത് ഞങ്ങൾ പ്രമേയം അവതരിപ്പിക്കാൻ അനുവദിക്കൂല, ഞങ്ങൾ ബജറ്റ് അവതരിപ്പിക്കാൻ അനുവദിക്കൂല, ഞങ്ങൾ മീറ്റിംഗ് നടക്കാൻ അനുവദിക്കൂല. കാരണം എന്താണെന്നറിയോ? ഹാരിസ് പണം കട്ടത് മുഴുവൻ ലീഗ് നേതാക്കന്മാരാ കൊണ്ടുപോയത്. വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെ, സെക്രട്ടറി ഉൾപ്പെടെ, പ്രസിഡന്റ് ഉൾപ്പെടെ കൊണ്ടുപോയത് വലിയ പ്രയോഗമാണ്. ഞങ്ങളൊരു കാര്യം DYFIക്കാരനോട് പറയാം. നിങ്ങൾ അറിയുന്നതിന് മുൻപ് അതറിഞ്ഞപ്പോ, ജില്ലാ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ഇരിക്കുന്നുണ്ട്, നിങ്ങൾ അറിയുന്നതിന് മുൻപ് അതറിഞ്ഞപ്പോ അദ്ദേഹത്തെ വിളിച്ചു വരുത്തി കണക്ക് ചോദിച്ച് കാര്യകാരണങ്ങൾ ചോദിച്ച് പണം എവിടെ പോയി എന്ന് ചോദിച്ച് ആ കണക്കും വിസ്താരവും തന്നപ്പോ അങ്ങനെയെങ്കിൽ ധാർമ്മികമായ ഉത്തരവാദിത്തമുണ്ട്, പാർട്ടിയിൽ നിന്ന് മാറി നിൽക്കണം എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയ രാഷ്ട്രീയത്തിന്റെ പേരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത്. അയാൾ കച്ചവടം ചെയ്തതാണ്, നാട്ടുകാരിൽ നിന്ന് പണം വാങ്ങിയതാണ്. കുടുങ്ങിയപ്പോ പണം കിട്ടാൻ വേണ്ടിയിട്ട് ജില്ലാ പഞ്ചായത്തിന്റെ പേര് പറഞ്ഞിട്ടുണ്ട്, ജില്ലാ പഞ്ചായത്ത് പദ്ധതിയുടെ പേര് പറഞ്ഞിട്ടുണ്ട്, ജില്ലാ പഞ്ചായത്തിന്റെ വിഹിതം പറഞ്ഞിട്ടുണ്ട്. ഒക്കെ ശരിയാണ്, ഞങ്ങൾ എതിർക്കുന്നൊന്നുമില്ല. പക്ഷേ എന്നിട്ട് അദ്ദേഹത്തെ പ്രൊട്ടക്ട് ചെയ്യാൻ ഞങ്ങൾ ശ്രമിച്ചില്ല. പാർട്ടിയുടെ പ്രാഥമിക അംഗത്തെ രാജിവെക്കാൻ വേണ്ടി പറഞ്ഞു, പ്രാഥമിക അംഗത്തിൽ നിന്ന് പുറത്താക്കി. എന്നിട്ട് പറഞ്ഞു ഈ കേസും കാര്യങ്ങളും ഒക്കെ തീർത്ത് ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് തിരിച്ചു വരണം എന്നും ഞങ്ങൾ പറഞ്ഞു. മാതൃകായോഗ്യമായ നടപടിയല്ലേ ലീഗ് സ്വീകരിച്ചത്? ഇങ്ങനെയല്ലേ സ്വീകരിക്കേണ്ടത്? ഇന്ന് ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ മറ്റൊരാൾ DYFIക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം. ആ ആളുടെ പേര് വീണ എന്നാണ്, വീണ തൈക്കണ്ടിയിൽ എന്നാണ് ഇനീഷ്യല്. അവര് ഒരു തട്ടിപ്പ് നടത്തി. ഏതാ തട്ടിപ്പ്? ബാംഗ്ലൂരിലെ ഒരു IT കമ്പനി തട്ടിപ്പ് നടത്തി. തട്ടിപ്പ് നടത്തുമ്പോ അഡ്രസ് ഏതാണെന്നറിയോ? TP ഹാരിസ് ഈ തട്ടിപ്പ് നടത്തുമ്പോ TP ഹാരിസിന്റെ അഡ്രസ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ വീട്ടഡ്രസ്സാ. എന്നാൽ ഈ പണം വാങ്ങിക്കുമ്പോ ഇദ്ദേഹത്തിന്റെ വീട്ടഡ്രസ്സാ. എന്നാൽ വീണ തൈക്കണ്ടിയിൽ ഒരു തട്ടിപ്പ് നടത്തുമ്പോ ഹാരിസ് കച്ചവടം നടത്തിയിട്ട് പൊട്ടിപ്പോയതാണ്. അപ്പൊ നാട്ടുകാരുടെ മുഴുവൻ വാങ്ങിയിട്ട് മുഴുവൻ കടബാധ്യതയായപ്പോ അത് സ്വയം ഏറ്റെടുത്തതാണ്. എന്നാൽ വീണ തൈക്കണ്ടിയിൽ എന്ന് പറയുന്ന നിന്റെ മുഖ്യമന്ത്രിയുടെ മകൾ, അവൾ ഈ നാട്ടിൽ IT കമ്പനിയോട് കള്ളത്തരം ചെയ്ത് പണം വാങ്ങുമ്പോ അഡ്രസ് ഏതാന്ന് ചോദിച്ചാൽ AKG സെന്ററിന്റെ അഡ്രസ് ആണ് അദ്ദേഹത്തിന്റെ കമ്പനിക്കുണ്ടായത് എന്ന് ഉളുപ്പില്ലാത്ത DYFIക്കാരാ നീ തിരിച്ചറിയണം. ഇവിടെ വന്ന് DYFIക്കാർ സമ്മേളനം നടത്തുമ്പോ നിന്റെ പാർട്ടിയുടെ ബഹുനില കെട്ടിടമായ AKG സെന്ററിന്റെ അഡ്രസ്സിൽ കട്ട കാട്ടുകള്ളൻ നിന്റെ ഓഫീസിൽ ഇരിക്കുമ്പോഴാണ് ഞങ്ങളുടെ പ്രവർത്തകർക്ക് നേരെ നിങ്ങൾ വിരൽ ചൂണ്ടുന്നത്. ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകൻ TP ഹാരിസിന് തെറ്റുപറ്റിയപ്പോ, ഞങ്ങളുടെ സുഹൃത്തിന് തെറ്റുപറ്റിയപ്പോ പാർട്ടി വിളിച്ചിരുത്തി തെറ്റിന് വിശദാംശങ്ങൾ ചോദിച്ചപ്പോ നാട്ടുകാരിൽ നിന്ന് കച്ചവട ആവശ്യത്തിന് പണം വാങ്ങിയിട്ടുണ്ടെന്നും കച്ചവടം പൊട്ടിപ്പോയപ്പോ അതിന് ലാഭം കൊടുക്കാൻ വീണ്ടും കടം വാങ്ങി വലിയ ബാധ്യതയിൽ അദ്ദേഹം എത്തിച്ചേർന്നുവെന്നും ബോധ്യപ്പെട്ടപ്പോ ജനങ്ങളോട് വാങ്ങിയ പണം ഒരു ഘട്ടത്തിൽ ജില്ലാ പഞ്ചായത്തിന്റെ പേര് പറഞ്ഞു, ഒരു ഘട്ടത്തിൽ ജില്ലാ പഞ്ചായത്തിലെ പദ്ധതികളുടെ പേര് പറഞ്ഞു. അത് പറയാൻ പാടുണ്ടായിരുന്നില്ല, അവിടെ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ മാറി നിൽക്ക് എന്ന് പറഞ്ഞ മാതൃകായോഗ്യമായ തീരുമാനമെടുത്ത പാർട്ടി ഒരു ഭാഗത്ത്, മറുഭാഗത്തോ പാർട്ടിയുടെ AKG സെന്ററിന്റെ അഡ്രസ്സിൽ തട്ടിപ്പ് നടത്തിയ വീണ തൈക്കണ്ടിയിൽ മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിലെ വരാന്തയിൽ വരുന്നവർക്ക് ടിക്കറ്റ് കൊടുത്ത് കാത്തിരിക്കുന്ന വൃത്തികേടിന്റെ പേരാണ് CPM എന്ന് പറയുന്നത്. നിങ്ങളാണോ ഞങ്ങളെ പഠിപ്പിക്കുന്നത്? നിങ്ങളാണോ ഞങ്ങളെ പഠിപ്പിക്കുന്നത്? ഞങ്ങൾക്കറിയാം ഒരു വിഷയം ഉണ്ടായി അങ്ങനെ പോകണം എന്നുള്ളത്. ഞങ്ങൾക്കത് കൃത്യമായിട്ട് അറിയാം, ഞങ്ങൾക്കത് ബോധ്യമുണ്ട്. ഒരു കാര്യം ഞങ്ങളോട് പറയാം, പിണറായി വിജയൻ അല്ല ലീഗ് നിയന്ത്രിക്കുന്നത്, അത് പാണക്കാട്ട് തങ്ങളാണ് എന്ന ബോധ്യം നിങ്ങൾക്കുണ്ടാകുന്നത് നല്ലതാ. ഞങ്ങൾ അങ്ങനെയാ സംഘടനാ പ്രവർത്തനം നടത്താൻ പഠിച്ചത്.